ലക്ഷദ്വീപിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നോവലുകൾ മലയാളത്തിൽ വളരെ കുറവാണ്. അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് ആമീൻ. കോഴിക്കോട് മാത്തോട്ടം സ്വദേശി എം മിഹ്റാജ് ആണ് ഈ നോവലിന്റെ സൃഷ്ടാവ്. എന്താണ് നോവലിനെ കുറിച്ച് മിഹ്റാജിന് പറയാനുള്ളതെന്ന് കേൾക്കാം. ലക്ഷദ്വീപിന്റെ ഇതിഹാസ കഥാപാത്രമായ ബി കുഞ്ഞിയും പ്രദേശങ്ങളായ അഗത്തി ദ്വീപും കൽപ്പിട്ടി ദ്വീപിനുമൊക്കെ ധാരാളം കഥ പറയാനുണ്ട്. ചരിത്രം പറയുന്നത് മാപ്പിളപ്പാട്ടുകളിലൂടെയും വാമൊഴിയിലൂടെയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഈ നോവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് അറക്കൽ ഭരണകൂടം ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ലക്ഷദ്വീപിനെ ഏറ്റെടുത്തു. 1,25,500 രൂപ കൊടുത്തിട്ട്. അങ്ങനെയാണ് ലക്ഷദ്വീപ് എന്ന പേര് വന്നതാണ് ചരിത്രത്തിലുള്ളത്. ആ കാലഘട്ടത്തിൽ ദ്വീപുകാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നികുതി ദ്വീപുകാർക്കിടയിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തുകയും ആമീൻ ഭരണം നടക്കുകയും ചെയ്യുന്നത്. ഈ ആമീൻ ഭരണത്തിൽ ഒട്ടുമിക്ക ദ്വീപുകാരും മിനിമം എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ചെയ്തു. ആ സമയത്ത് അഗത്തി ദ്വീപിൽ നല്ലൊരു സാത്വികനായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ആ ദ്വീപിലുള്ള കാര്യക്കാരൻ, ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ആ കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗമായിരുന്നു, ആ കുടുംബത്തിലെ കാര്യക്കാരനായിരുന്നു. അദ്ദേഹത്തിനോട് നികുതി വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് അദ്ദേഹം അത് പറ്റില്ല. കാരണം ഇന്ന് വലിയൊരു കൊടുങ്കാറ്റടിച്ച് ഒരുപാട് ആളുകൾക്ക് മരണപ്പെട്ടു. ആ സമയത്താണ് നികുതി വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ നികുതി വർദ്ധിപ്പിക്കാതെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധാഹ്വാനമായിട്ട് അവർ കണക്കാക്കുകയും ഈ കുടുംബത്തിലെ മൊത്തം ആളുകളെയും അടിച്ചു കൊല്ലുകയുണ്ടായി. അതിൽ നിന്ന് ഒരു പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. അതാണ് ഈ കഥയിലെ ബി കുഞ്ഞി എന്ന് പറയുന്ന കഥാപാത്രം. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ തോക്കിന് മുന്നിൽ പതറാതെ, അറക്കൽ രാജവംശത്തിന്റെ വാളിന്റെ മുന്നിൽ ഇടറാതെ അവസാന നിമിഷം വരെ പോരാടിയ സ്വാതന്ത്ര്യ സമര ചരിത്രം ലക്ഷദ്വീപിന് പറയാനുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ചരിത്ര സംഭവമാണ് വലിയ ഇല്ലം കൂട്ടക്കൊല. 1800കളിൽ കേരളത്തിൽ നടന്ന കാർഷിക സമരങ്ങളും ഈ കൃതിയിൽ പരാമർശിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്ത കിരാതമായ ക്രൂരതയ്ക്ക് ബി കുഞ്ഞി പ്രതികാരം ചെയ്യുന്ന ചരിത്രവും ഫിക്ഷനും ഇടതൂർന്നു നിൽക്കുന്ന ആഖ്യാനമാണ് ആമീൻ എന്ന നോവൽ. മിഹ്റാജിന്റെ ഭാര്യയും ദ്വീപുകാരിയുമായ അർഫിൽ ഹുസ്നിയും 4 മക്കളുമാണ് മിഹ്റാജിന്റെ എഴുത്തിന് കരുത്തേകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.